ഹലോ അസ്സാം വലൈക്കും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി പുഡിങ് ഉണ്ടാക്കാനായിട്ട് 6 കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 8 സ്ലൈസ് ബ്രെഡ് സൈഡൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു പുഡിങ് നമുക്കൊരു 10 പേർക്കൊക്കെ കഴിക്കാൻ പറ്റിയ അളവിലാണ് ഞാനിവിടെ പറയുന്നത്. ഇനി പാലും മുട്ടയും ബ്രെഡും കൂടെ ഒന്ന് സോക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇതിൻ്റെ ഒരു പകുതി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് മിക്സിയുടെ ജാറിൽ കൊള്ളാത്തത് കൊണ്ട് 2 പ്രാവശ്യമായിട്ട് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുക. ഇനി നമുക്കിതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്രെഡിൻ്റെ തരിയൊക്കെ ഇതിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് പുഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അരിച്ചിട്ടെടുക്കുന്നത്. ഇനി ബാക്കിയുള്ള പുഡിങ്ങിൻ്റെ മിക്സും കൂടെ നമുക്ക് ഇതേപോലെ തന്നെ നല്ലപോലെ അടിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പുഡിങ് ഉണ്ടാക്കാനുള്ള ട്രേ ആണ്. അപ്പോൾ അതിലിത്തിരി നെയ്യ് ഞാൻ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പാനിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് വലിയ പാന് എടുത്താൽ മതിയാവും. ഇനി ഒരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ തീ കൂട്ടി വെക്കരുത്, അപ്പോൾ അത് കരിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു കളറിൽ നമുക്കിത് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ചൂടോട് കൂടെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ട്രേയിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പുഡിങ് ഉണ്ടാക്കുന്ന പാത്രം വലുതാണെങ്കിൽ ഒരൊറ്റ ട്രേയിൽ നിങ്ങൾ സെറ്റ് ചെയ്തെടുത്താലും മതി. ഞാനിവിടെ 2 ട്രേയിലായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇത്തിരി വലിയൊരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതിൻ്റെ മുകളിലായിട്ട് ഒരു റിങ് പോലെ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ പുഡിങ്ങിൻ്റെ ട്രേ അതിൽ വെച്ചിട്ട് പുഡിങ്ങിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾക്കിത് ഇറക്കി വെക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതിൻ്റെ പകുതിയോളം ഞാൻ ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് കവർ ചെയ്ത് കൊടുത്താലും മതി. അതല്ലെങ്കിൽ ഇതേപോലെ ഒരു പ്ലേറ്റ് കൊണ്ടോ മൂടി വെച്ചിട്ട് ഒരു 20-25 മിനിറ്റൊക്കെ വേണ്ടി വരും ഇതൊന്ന് കുക്കായിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ 2 പുഡിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. നന്നായി തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് കത്തി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് മറിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാരമലും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഈ ഒരു പുഡിങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാനായിട്ട്. നല്ല സോഫ്റ്റാണ്. ഇത് കഴിക്കാനായിട്ട് നമ്മൾ വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോവും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ ഇനി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അല്ലാത്തവർ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്